ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. അത് NDRFിൻ്റെ നേതൃത്വത്തിലുള്ള NDRFിലെ വിദഗ്ധരാണ് ഇത്തരം ദുരന്തമുഖങ്ങളിൽ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ കണ്ടെത്താൻ പറ്റുന്ന ആളുകളെ കണ്ടെത്താൻ പറ്റുന്ന രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുന്ന വിദഗ്ധരായ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള സോണുകളായി 4 സോണുകളായി തിരിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ ആരംഭിച്ചിരുന്നത്. അതിനൊപ്പം തന്നെ കൂടുതൽ സേനാംഗങ്ങൾ കൂടി എത്തിയിരുന്നു, കൂടുതൽ ഉപകരണങ്ങൾ എത്തിയിരുന്നു. അങ്ങനെയെല്ലാം നടത്തിയ ഒരു തെരച്ചിലാണ് ഇപ്പോഴും ഫലമില്ലാത്തത് എന്നുള്ളതാണ് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. എവിടെയാണ് എന്ന് കണ്ടെത്താൻ ആയിട്ടില്ല. ഒന്ന് നമ്മുടെ നാട്ടിൽ തൊഴിൽ തേടി വന്ന ആളുകളാണ്. അവർ ഇങ്ങനെയൊരു ദുരന്തത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തമാണ്. കുഞ്ചു എന്ന് പറഞ്ഞ ആശുപത്രിയിൽ കഴിയുന്ന ആൾ പറഞ്ഞത് പ്രകാരം ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി ക്യാബിനിലേക്ക് പോയി അവിടെയുള്ള ആളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ചെറിയ മണ്ണിടിച്ചിലുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ചായ കുടിക്കാൻ തിരിച്ചു വരുന്ന ആ സമയത്താണ് ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായത് എന്നുള്ളതാണ് ഈ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വലിയ രീതിയിൽ മണ്ണ് ഒന്നിച്ച് തന്നെ കുത്തി ഒലിച്ചു വരികയാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഒഴിഞ്ഞു മാറാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു ദുരന്തമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു വലിയ ദുരന്തത്തിൽപ്പെട്ട് മണ്ണിനടിയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. മറ്റൊന്ന് പറയേണ്ടത് മൃതദേഹങ്ങളാണ്. 5 പേരുടെ മൃതദേഹങ്ങളാണ് 3 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരുന്നത്. ആ 3 പേരുടെ മൃതദേഹങ്ങളും നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. വൈത്തിരിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയിരുന്നത്. അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എംബാം ചെയ്തതിന് ശേഷമാണ് അത് വിമാനം വഴി അവരുടെ നാട്ടിലെത്തിക്കുന്നത്. എന്നാലും അതെല്ലാം തന്നെ സർക്കാരും ഇത് കരാർ ഏറ്റെടുത്ത കമ്പനിയും തമ്മിൽ അവർ കൂടി ഉൾപ്പെടുത്താണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇവിടെ എത്തിയതിന് ശേഷം അദ്ദേഹത്തിന് നേരെ അവലോകന യോഗമുണ്ട്, കളക്ടറേറ്റിൽ അവലോകന യോഗമുണ്ട്. ഇതുവരെ നടത്തിയ കാര്യങ്ങൾ, ഇന്നലെയും ഇന്നുമായി നടത്തിയ കാര്യങ്ങൾ, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, എന്തൊക്കെ ഇനിയും ചെയ്യാനുണ്ട്, ഇനിയും കൂടുതൽ രക്ഷാപ്രവർത്തനം എങ്ങനെ കൂടുതൽ ഊർജിതമാക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ അവലോകന യോഗത്തിൽ ഉയർന്നു വരും. മുൻപ് മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായിരുന്ന സമയത്ത് നേതൃത്വം നൽകിയ ആളുകൾ എല്ലാം തന്നെ ഇവിടെ വയനാട്ടിലുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം തന്നെ അവരുടെ എല്ലാം തന്നെ കൂടുതൽ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കും ഇനിയുള്ള മുന്നോട്ടേക്കുള്ള നീക്കങ്ങൾ ഉണ്ടാവുക. ആ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ അവലോകന യോഗത്തിലുണ്ടാകും. അതിനൊപ്പം ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ദുരിതബാധിതരായ ആളുകളുണ്ട്. അവിടെ ഒരു വീട് പൂർണ്ണമായും മണ്ണടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് എന്താണ് നീക്കേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, രക്ഷാപ്രവർത്തനം എങ്ങനെ കൂടുതൽ ഊർജിതമാക്കണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇന്നത്തെ അവലോകന സമയത്തിനകം തന്നെ ആശുപത്രിയിലെത്തും. ഈ ചികിത്സയിലുള്ളവരെ സന്ദർശിക്കും. വിവരങ്ങൾ നൽകിയത് ഷിത ജഗത്താണ്.